ഇവിടെയൊക്കെ ഇപ്പം വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇവിടെയൊക്കെ പൂഴി ഇതിലേക്ക് കയറിയിട്ടായിരുന്നു. അപ്പോൾ അത് JCB ഉപയോഗിച്ച് ഇവർ മാറ്റിയതാണ് ഇതൊക്കെ. എല്ലാവർക്കും നമസ്കാരം. ഓട്ടോക്കാരൻ സുഖയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ചെന്നൈയിലുള്ള മറീന ബീച്ചിലുള്ളത്. അപ്പം നമ്മൾ മറീന ബീച്ചിൽ എത്തിയപ്പം ഒരുപാട് ഇവിടെ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന കടയുണ്ട്, ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട്. ഇതെന്താ കുറേ ആൾ ഇവിടെ നിന്നിന് ഇല്ല, ഇതെന്താ പരിപാടി? ഇവരെന്തോ പ്രതിഷേധത്തിലാണെന്നല്ലോ. മറീന ബീച്ചിൽ മഴ പെയ്തപ്പോൾ ഇവർക്കെന്തോ ഒരു പ്രതിഷേധം പോലെ എനിക്ക് തോന്നിയത്. ഞാൻ വളരെ പതുക്കെ സ്കൂട്ടായി കേട്ടാ. അയ്യോ, വീണ്ടും ഇവരെ മുന്നിൽ തിരഞ്ഞപ്പെട്ട് അയ്യോ എൻ്റെ പൊന്നോ. അങ്ങനെ ഞാൻ പതുക്കെ അവരുടെ നിന്നെല്ലാം മാറി. ഇതുണ്ടോ, ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. നമ്മൾ മറീന ബീച്ചിൽ വരുമ്പം ഇവിടെ വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റൊക്കെ ഉള്ള സമയത്തായിരുന്നു നമ്മൾ വന്നത്. അപ്പം മഴ പെയ്തപ്പം ഇവിടെ ഫുള്ളായിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നടുക്കൊക്കെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. വെള്ളപ്പൊക്കം വന്നതുകൊണ്ട് അവർക്ക് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു നമ്മൾ പോയപ്പോൾ. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാൻ നമുക്കിപ്പോൾ സാധിക്കുന്നത്, എന്തായാലും നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇത് കണ്ടോ, ഇതാണ് ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കുകയാണ്. എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ മുന്നോട്ടേക്ക് നമ്മൾ പോയിട്ട് നമുക്ക് എവിടം വരെയാണോ പോകുന്നത് അവിടം വരെ നമ്മൾ പോയിട്ട് തിരിച്ചു വരും. ഇതുണ്ട്, നമ്മൾ മുന്നോട്ട് പോയി. ഇവിടെയൊക്കെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. ബാഗും കുടയും അതുപോലെ തന്നെ എല്ലാം വിൽക്കുന്ന കച്ചവടക്കാരുണ്ട്. ഫാൻസി കടകൾ ഒരുപാടുണ്ട്. ഏതായാലും ഇവിടം വരെ നമ്മൾ പോകുന്നുള്ളൂ. കാരണം നമുക്ക് അങ്ങോട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇപ്പം മഴയായതുകൊണ്ട് തന്നെ പോലീസുകാർ നമ്മോട് പറഞ്ഞിട്ട് അധികം അങ്ങോട്ട് പോകരുത്, മഴയൊക്കെയാണ്, നിങ്ങൾ പോകാവുന്ന സ്ഥലം വരെ പോകുമെന്ന് നമ്മളോട് വന്ന ആളുകൾക്ക് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ അവിടം വരെ പോയി. അവിടെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്ന് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് രവീഷ് ബാബുവിൻ്റെ കൂടെയാണ് നമ്മൾ മറീന ബീച്ച് കാണാൻ വേണ്ടി പോയത്. അവൻ്റെ കാറിലാണ് നമ്മൾ പോയത്. ഇനി നമുക്ക് മറീന ബീച്ചിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കയറുന്ന പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടോ, നല്ല വിശാലമായിട്ട് കിടക്കുകയാണ് നമ്മൾ മറീന ബീച്ച്. ഇതുവഴി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരമാലകളൊക്കെ കാണാം. മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരുപാട് ആളുകൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ ആൾ കുറച്ച് കുറവുണ്ട്. എന്തായാലും ആളുകൾക്ക് എപ്പോഴും ഇവിടെ വരാനും പോകാനും, ഇവിടെ അങ്ങനെ ഫീസുകളൊന്നും ഇവരാരും വാങ്ങിക്കുന്നൊന്നുമില്ല. നമുക്ക് എപ്പോഴും വരികയും പോവുകയും ചെയ്യാം. ഇവിടെ ഒരു കൈനോട്ടക്കാരനെ കണ്ടു. ഇവർ തത്തേനൊക്കെ വെച്ച് കൈനോട്ടമുണ്ട്. അങ്ങനെ മനോഹരമായ സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പം മറീന ബീച്ച് വന്നപ്പം ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരികയാണ്. കണ്ടില്ലേ? എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയി നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. വലിയൊരു കാഴ്ച കണ്ടോ? ഇത് കണ്ട കുറേ പ്രാവുകൾ അവർ വന്ന് ഒരേ സമയം വന്നിരുന്ന് അവരവിടെ പ്രാവ് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു. നമുക്ക് മുന്നോട്ട് പോയിട്ട് നമുക്ക് പ്രാവുകളെ കണ്ടാലോ? ശരിക്കും നമ്മൾ ഇവിടെ വന്നപ്പോഴില്ലേ, നമ്മൾ പൂഴി കൂടി നടക്കണ്ട, ഇതുപോലെ പാലം പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരമാലകൾ കാണാം. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. അതിലൊരു ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കടപ്പുറത്തെത്തി. ഇനി നമുക്ക് തിരമാലകളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. മറീന ബീച്ചിലെ തിരമാലകൾ നമുക്ക് കണ്ടിട്ട് വരാം. അങ്ങനെ മറീന ബീച്ചിലെ തിരമാലകളോട് നമ്മൾ കളിക്കുകയെല്ലാം ചെയ്ത് അപ്പം നമ്മൾ മുന്നോട്ട് വന്നപ്പം വേറൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം വെള്ളപ്പൊക്കം വന്നപ്പോൾ മറീന ബീച്ചിൽ കംപ്ലീറ്റ് പൂഴിയായി. ആ പൂഴി അവിടുത്തെ ജീവനക്കാരും അങ്ങനെ JCB എല്ലാം ഉപയോഗിച്ചിട്ട് അത് മാറ്റുകയാണ്. അപ്പം ഇവിടം വരെ നമുക്ക് നടന്ന് പോകാനുള്ള വഴിയാണ് അവർ ഒരുക്കുന്നത്. അങ്ങനെ മറീന ബീച്ചൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. ചെറിയ ദൂരം നടന്നു വന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് നമ്മളെ മറീന ബീച്ച്?
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്ന എല്ലാവർക്കും ബൈ ബൈ.